പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലാണ് അപകടമുണ്ടായത്. വാഹനത്തിൽ നിന്ന് വീണ കുഞ്ഞിന്റെ ശരീരത്തിലൂടെ ബസ് കയറി ഇറങ്ങുകയായിരുന്നു. വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. കൊഴിഞ്ഞാമ്പാറ സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി നഫീസത്ത് മിസ്രിയാണ് മരിച്ചത്. രക്ഷിതാവിനൊപ്പം സ്കൂളിലേക്ക് ബൈക്കിൽ പോകുന്നതിനിടെ റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഗൂഗിൾ വേസ് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ഗൂഗിൾ, അപകടം സംഭവിച്ചതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരൊറ്റ നിമിഷം കൊണ്ടാണ് ഒരു കുഞ്ഞ് കയ്യിൽ നിന്ന് വീണുപോയി രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. തത്സമയം തന്നെ മരണം സംഭവിച്ചു അല്ലേ? തീർച്ചയായും ഈ സ്ഥലത്ത് വെച്ച് തന്നെ ഈ മരണം സംഭവിച്ചു. കൊഴിഞ്ഞാമ്പാറയിലേക്ക് പോകുന്ന, അതായത് ഒരു പ്രധാന പാതയാണ്, പൊള്ളാച്ചിയിലേക്ക് പോകുന്ന പ്രധാന പാതയിൽ ഇവിടെ വെച്ചാണ് ഈ ഒരു അപകടമുണ്ടായത്. ആ അപകടമുണ്ടായ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ കുട്ടി ബൈക്കിലായിരുന്നു, അച്ഛനൊപ്പം വരികയായിരുന്നു. അതിനിടയിൽ ആ ബൈക്ക് ഒരു ഓട്ടോയിൽ തട്ടുകയും പിന്നീട് ബസ്സിനടിയിലേക്ക് മറയുകയുമായിരുന്നു. ഇപ്പോൾ ഈ പ്രദേശവാസികൾ ഇവിടെ റോഡ് ഉപരോധിക്കുകയാണ്. അതേസമയം തന്നെ ഈ റോഡിന് പലതരത്തിലുള്ള അശാസ്ത്രീയമായ പ്രശ്നങ്ങളുണ്ട്, പല സ്ഥലത്തും കുഴികളുണ്ട്, വീതിക്ക് പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞാണ് നാട്ടുകാർ റോഡ് ഉപരോധിക്കുന്നത്. ഈ സംഭവം കണ്ട ഒരു വ്യക്തി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് അപ്പോൾ ഉണ്ടായത്? ശരിക്കും മറ്റേ ഓട്ടോ പോകുന്നുണ്ട്, അതിൻ്റെ പുറകെ വന്നിട്ട് ഇവർ വരുന്നുണ്ട് 2 വീലറിൽ. അപ്പോൾ അതിൻ്റെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് കോർണറിൽ തട്ടിയിട്ടാണ് റോഡിലോട്ട് മറിഞ്ഞിരിക്കുന്നത്. മറിഞ്ഞതും പുറകിൽ വരുന്ന ബസ് ഇടിക്കുകയായിരുന്നു. അച്ഛന് പരിക്കുണ്ടോ? അച്ഛന് വലുതായിട്ടില്ല, പക്ഷെ കുട്ടി മറിഞ്ഞതുകൊണ്ട് ബസ് കയറി. കുട്ടി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഫുൾ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, പക്ഷെ അപ്പം തന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു. സംഭവം ഇവിടെ വെച്ച് തന്നെ കുട്ടി മരിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ പ്രദേശവാസികൾ റോഡ് ഉപരോധിക്കുന്നുണ്ട്. എന്താണ് ഈ റോഡ് ഉപരോധിക്കാനുള്ള കാരണം? എന്താണ് റോഡ് ഉപരോധിക്കുന്നത്? റോഡ് 15 കൊല്ലം മേലെ ഇട്ടിട്ട് ഇതോടെ 3-4 മരണമായി. ഇവിടെ 3-4 മരണമായി. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3-4 മരണങ്ങളായി. നമ്മൾ വിളിച്ചത് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ വന്ന് പോരാശം വന്നിട്ട് അവർ പറഞ്ഞിട്ടാണ് പോയ മരണം സംഭവിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ മരണം ഇവിടെ തന്നെയാണ്, ഇതേ റോഡിൽ മരണം സംഭവിച്ചാണ്. ആ മരണം സംഭവിച്ച ശേഷം നമ്മൾ പോലീസുകാർ വന്ന് ഒത്തൊഴിച്ച്, അതായത് PWD എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ വേണ്ടെന്ന് വെച്ചത്. ഇപ്പൊ ഇനി ഈ പരിപാടി ഒന്നും പറ്റില്ല. കലക്ടർ ഇവിടെ വരാതെ ഇനി ഒരു മാറ്റവും ഞങ്ങളില്ല. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഇന്നത്തെ അപകടത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇന്നത്തെ അപകടത്തിന്റെ ഒരു കാരണം ഇതിന്റെ റോഡിന്റെ അപകടമാണ്. അങ്ങോട്ട് വണ്ടി പോകാൻ പറ്റില്ല, 2 വീലർ പോകാൻ പറ്റുന്നില്ല. ഒരടി ആഴത്തിന് കുഴിയാണ്. വേണമെങ്കിൽ നോക്കൂ, സൈഡ് നോക്കൂ, ഒരു ഇപ്പുറത്തും അപ്പുറത്തും കുഴിയാണ്. മറ്റു സ്ഥലങ്ങളിലൊക്കെ നിരവധി സ്ഥലങ്ങളിൽ കുഴികളിൽ, അതായത് ഇരട്ടക്കുളം തൊട്ട് പൊള്ളാച്ചി വരയ്ക്കും എല്ലാ റോഡും കുഴിയാണ്. പാച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുള്ളൂ. കോമരവരം പോകുന്ന വഴി നീലങ്കാച്ചിയില് ഇത്രയും കുഴിയാണ്. അവിടെ മെലിഞ്ഞാൻ ഒരു ടെമ്പ അടിച്ച് ഒരാൾ മരണപ്പെട്ടു. ഒരു വണ്ടി ദിവസം എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആരെങ്കിലും ഒരാൾ വീണ് പറുക്കേക്കാത്ത ദിവസവും ഇല്ല. ആ വണ്ണാമടയിൽ ഇത്രയ്ക്കാണ് താഴ്ച, റോഡിന് വെച്ച് ഇത്രയ്ക്ക് താഴ്ചയുണ്ട്. രാത്രിയൊക്കെ അറിയാത്തവർ വന്ന് പറഞ്ഞാൽ അവിടെ അപകടം ആംബുലൻസ് ദിവസം പോയിക്കൊണ്ടേയിരിക്കും. ഞങ്ങളുടെ അവിടെ 8-9 മരണമായി കഴിഞ്ഞു. അതാണ് വിഷയം. നിങ്ങൾ ഓരോ പ്രാവശ്യം വരുന്നുണ്ട്, ഞങ്ങളും ഇരിക്കുന്നുണ്ട്, ഞങ്ങളും പോകുന്നുണ്ട്. ഇത് വളരെ ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ ഓരോ കുടുംബത്തിനും ഓരോ കുട്ടിയോ അവോയ്ഡ് ആകണം. ഇതൊരു ഈ വഴിയിൽ പല സ്ഥലങ്ങളിലും റോഡിന് പ്രശ്നമുണ്ടെന്നൊക്കെ ആരോപിച്ചുകൊണ്ടാണ് ഈ പ്രദേശവാസികൾ ഇപ്പോൾ ഈ റോഡ് ഉപരോധിക്കുന്നത്. നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു. ഏകദേശം 6-ലധികം മരണങ്ങൾ വളരെ കുറഞ്ഞ കാലത്തിനുള്ളിൽ പല ആക്സിഡന്റുകളിലായി ഇവിടെ ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ ഈ പ്രദേശവാസികൾ ഈ റോട്ടിലിരുന്നു കൊണ്ട് ഈ റോഡ് ഉപരോധിക്കുന്നത്. ഇത് പൊള്ളാച്ചിയിലേക്കുള്ളൊരു പ്രധാന പാതയാണ്. ഈ പാതയിലാണ് ഈ പല സ്ഥലങ്ങളിലും കുഴിയുണ്ട് എന്നൊക്കെ ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രദേശവാസികൾ ഇവിടെ പ്രതിഷേധിക്കുന്നത്. നമുക്കിപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലം ഇവിടെയാണ്. ഈ കുട്ടി അച്ഛനോടൊപ്പം ബൈക്കിൽ വരികയായിരുന്നു. അതിനിടയിൽ മുന്നിലുണ്ടായിരുന്ന ഓട്ടോയിൽ തട്ടി അത് മറയുകയായിരുന്നു. അപ്പോഴാണ് ആ കുട്ടി ബസ്സിനടിയിൽ പെടുകയും വളരെ ദാരുണമായ സംഭവം തോന്നുന്നു. ഒരാൾ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ അവിടെ നിൽക്കുന്നുണ്ടാവും. ഓട്ടോ ഒന്ന് വേഗത കുറച്ചാണെന്ന് തോന്നുന്നു. തൊട്ടു പിന്നിൽ ബസ് ഉണ്ട്. വേറെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ആ അപകടം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ ഈ റോഡിന് നടുവശം വരെ ടാറുള്ളോ? എന്താണ് അതിന്റെ അവസ്ഥ? അതിന് പിന്നെ ഇപ്പുറത്തേക്ക് കുഴിയാണോ? പക്ഷേ നമുക്ക് ഈ അപകടം നടന്ന സ്ഥലം പരിശോധിക്കുകയാണെങ്കിൽ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ സ്ഥലത്ത് നമുക്ക് അത്തരത്തിലൊരു കുഴി അല്ലെങ്കിൽ ഈ അപകടം നടന്ന സ്ഥലത്ത് സ്പോട്ടിൽ ഒരു കുഴിയൊന്നും കാണാൻ കഴിയില്ല. അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പൊസിഷനാണ്, ഇതാണ് മാർക്ക് ചെയ്തിട്ടുണ്ട്.
അതായത് ഈ സ്ഥലത്ത് കുഴിയില്ല, പക്ഷേ ഈ പ്രദേശവാസികൾ പറയുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെയും ഈ റോഡിന്റെ പല ഭാഗങ്ങളിലും നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ സമീപത്ത് ഈ പ്രദേശങ്ങളിൽ ഈ വാഹനങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ റോട്ടിൽ നിന്ന് താഴേക്ക് ഇറക്കേണ്ടി വന്നാൽ അതിന് കഴിയാത്ത സ്ഥിതിയുണ്ട്. ഈ താഴേക്ക് ഇറക്കാൻ ആണെന്നാൽ ചെറിയ വഴിയാണ്, വളരെ ചെറിയ വീതി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുപോലുള്ള നിരവധി ബസ്സുകളും ടോറസ് ലോറികളും അങ്ങനെ വലിയ വലിയ വാഹനങ്ങളൊക്കെ നിരവധി വരുന്നൊരു വഴിയാണ്. കാരണം പൊള്ളാച്ചിയിലേക്കുള്ള ഒരു പ്രധാന പാതയാണ്. ഈ പാതയിലാണ് ഇത്തരത്തിൽ നിരവധി വാഹനങ്ങൾ വരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സാഹചര്യവശാൽ ചില ഭാഗങ്ങളിൽ, ഇപ്പോൾ ഈ ഭാഗങ്ങളിലൊന്നും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് അത്തിരി അങ്ങോട്ട് നീങ്ങിയാൽ ഒരുപക്ഷെ ഈ സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. ഇവിടെയൊക്കെ തന്നെ വീതി കൂടുതലാണ്. അതായത് റോട്ടിൽ നിന്ന് താഴേക്ക് ഇറക്കാനുള്ള ഹൈറ്റ് വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇറക്കാൻ കഴിയാത്ത സ്ഥിതി വരാറുണ്ട്. അതാണ് ഈ പ്രദേശത്തെ പ്രശ്നം പറയുന്നത്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഒരു 100 മീറ്റർ മാറിക്കഴിഞ്ഞാൽ പല മേഖലയിലും റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. പ്രധാന പാതയിലാണ് ഇത്തരത്തിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്. ഈ റോഡിന് ശാശ്വതമായ പരിഹാരം വേണം. നിരവധി നടത്തുന്നുണ്ട്, അതിലൊന്നും തന്നെ ഗുണം ചെയ്യുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ശരി, ഈ ഒരു അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതിഷേധം സ്വാഭാവികമാണ്. പക്ഷേ അപകടത്തിന് കാരണം അവിടെ കുഴിയില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കണ്ടാൽ വ്യക്തമാകുന്നത് നിലവിൽ ഇങ്ങനെയാണ്. ഒരാൾ സൈഡിൽ കൂടി വരുന്നുണ്ട്. ആ ഓട്ടോ ഒന്ന് വേഗത കുറച്ച സമയത്താണ് തൊട്ട് പിന്നിൽ വന്ന ബൈക്ക് അതിന് പിന്നിലേക്ക് ഇടിക്കുകയും വീഴുകയും ചെയ്തത്. ആ ബൈക്കിന് തൊട്ട് പിന്നിൽ തന്നെയാണ് ബസ്സും ഉണ്ടായിരുന്നത്. തത്സമയം തന്നെ അപകടം അങ്ങനെ ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു അപകടം ഉണ്ടാവുകയും ആ കുഞ്ഞ് മരിച്ചു പോവുകയുമായിരുന്നു. ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്. ഗോകുൽ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. പക്ഷേ ഗോകുൽ, ഈ ചെറിയ സമയത്തിനുള്ളിൽ ആളുകൾ വലിയ പ്രതിഷേധവുമായി അവിടെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് അല്ലെ? കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് അവിടെ. കാരണം ഇതിന് ഈ പ്രതിഷേധത്തിന് കാരണം ഈ ഒരു അപകടം മാത്രമല്ല, പലപ്പോഴായി അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ചില അപകടങ്ങൾക്കൊക്കെ കാരണം റോഡിന്റെ പ്രശ്നങ്ങളുമാണെന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ഇപ്പോൾ ഇവരുമായി പോലീസ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരോട് പിരിഞ്ഞു പോകണമെന്നൊക്കെ പോലീസ് ആവശ്യപ്പെടുന്നുണ്ട്. അതനുസരിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു അപകടം അല്ലല്ലോ പ്രധാനമായിട്ടും, മറ്റു പല അപകടങ്ങളും ഈ റോഡിന്റെ അശാസ്ത്രീയത കൊണ്ടുണ്ടാകുന്നുണ്ട്. അതെ സാർ, അതായത് ഇവിടുന്ന് പോകുന്ന ഇതിപ്പോ ഒരു പ്രാവശ്യമല്ല, ഇത് മോർ ദാൻ 8 മാസമായിട്ട് ഇത് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമരങ്ങൾ ഇന്ന് വരയ്ക്കും ഒരു റോഡ് നേരെയാക്കണോ അധികൃതർ റെഡിയായിട്ടില്ല. അതാ എന്താന്ന് വെച്ചാല് മേഖലയിലാണ് റോഡ് പൊളിഞ്ഞു കിടക്കുന്ന പ്രശ്നം. ആ മേഖലയും, അതായത് ഇരട്ടക്കുളം തൊട്ട് മറ്റേ പൊള്ളാച്ചി വരയ്ക്കുള്ള എല്ലാ റോഡും മൊത്തം തകർന്നു കിടക്കാണ്. അതായത് 2 വീലർ അങ്ങോട്ട് പോകാൻ പറ്റില്ല, 2 വീലർ സൈഡ് എടുക്കാൻ പറ്റില്ല, എല്ലാം അങ്ങനെ തന്നെയാണ്. ഇന്നത്തെ അപകടം റോഡിന്റെ ഒരു പ്രശ്നം കൊണ്ടാന്ന് പറയാൻ കഴിയില്ല. കാരണം ഇവിടെ കുഴിയൊന്നും അങ്ങനെയല്ലല്ലോ. അപ്പുറത്ത് നോക്കും, ഒരടിക്ക് ഗട്ടറാണ് ഉള്ളത്. 2 വീലർ അങ്ങോട്ട് കടന്നാലേ ബസ് കടന്ന് പോകാൻ പറ്റുള്ളൂ. 2 വീലർ കിടക്കണ്ടേ? 2 വീലറിന് സൈഡിന് ഒരു പാത്തെങ്കിലും വേണ്ടേ? ഉള്ളത് ചെറിയ റോഡാണ്. ഇത് NH ബൈപ്പാസ്, NH ആണ്, ഇന്റർസ്റ്റേറ്റ് റോഡാണ്. അതിനുള്ള വീതിയൊന്നും ഇല്ല ഇതില്. ഇന്റർസ്റ്റേറ്റ് റോഡാണിത്. ഇത് പക്ഷേ ഇതിനാവശ്യമായ വീതികളില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അപകടങ്ങൾ പല സ്ഥലങ്ങളിലും തുടർക്കഥയാകുന്നു. ചില ഭാഗങ്ങളിൽ വലിയ കുഴിയുണ്ട്, പല ഭാഗങ്ങളിലും കുഴിയുണ്ട് എന്നൊക്കെ ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രദേശവാസികൾ ഏതായാലും റോഡ് ഉപരോധിക്കുന്നത്. ഈ പ്രതിഷേധം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഏതായാലും ഇവരുമായി സംസാരിച്ചു വരാൻ ശ്രമം നടത്തുകയാണ്. ശരി, വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. പാലക്കാടാണ് ഒരു കുട്ടി വളരെ ദൗർഭാഗ്യകരമായ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. രാവിലെ സ്കൂളിലേക്ക് പുറപ്പെട്ട 2ാം ക്ലാസ്സുകാരിയാണ് മരിച്ചത്. നഫീസത്ത് മിസ്രിയ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അച്ഛനോടൊപ്പം സ്കൂളിലേക്ക് പോകുന്നതിനിടയിലാണ് വാഹനാപകടം ഉണ്ടായത്.